ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ കോലം നോക്കണ്ട, കല്യാണ ചെക്കൻ ഇങ്ങനെ ഇരിക്കും, മേക്ക് ഓവർ വരുന്നവരെ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മളിന്ന് ഒഫീഷ്യലായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അതായത് കുടുംബക്കാർക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കൽ ചടങ്ങുണ്ടല്ലോ, അതിന് വേണ്ടി പോവാണ്. പെണ്ണിന് ഇന്ന് എടുക്കുമോ അറിയില്ല, പെണ്ണിന് ഇന്ന് എടുക്കലുണ്ടാവില്ല, നോക്കും. പിന്നെ ബാംഗ്ലൂരിൽ പോകും. അപ്പം നമ്മൾ കോഴിക്കോടേക്കാണ് ഇപ്പോൾ പോണേ. ശനി ഞായർ ഈ 2 ദിവസങ്ങളിലാണ്. നമ്മൾ ഞായറാഴ്ച ഒരു വൈകിട്ടാകുമ്പോഴത്തേനും ഇവിടെ തിരിച്ചെത്തും. വയസ്സ് എങ്ങോട്ടാ പോണേ? ആരതാ കല്യാണം? ഈ മണ്ടന്റെ കല്യാണമാണ്. 1 മില്യൺ അടിച്ച്, അതെല്ലാരും അറിഞ്ഞല്ലോ. 1 മില്യൺ ഒക്കെ അടിച്ച് അതിന്റെ സന്തോഷത്തിലാണ് പോണത്. അക്കുൻ എന്താ വീഡിയോ കാണിക്കാത്ത കേൾക്കലുണ്ട്. അക്കുണ്ട്, നമ്മളെ വീഡിയോ പ്രത്യേകത. നമ്മളെല്ലാരും ഉണ്ട്. അക്കുണ്ട്, അളിയനുണ്ട്, ഉപ്പച്ചുണ്ട്, ഉമ്മ ഉണ്ട്, ഐസുണ്ട്, ലൂയി. ലൂയി അത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്. ലൂയി ഓൾറെഡി സെറ്റ്. പക്ഷെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആരാന്നുള്ളത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. സൂപ്പർ സ്റ്റാർ ക്യാമറ പിടിച്ചോണ്ടിരിക്കുകയാണ്. മണ്ണാന്റെ ഉള്ളി രംഗണ്ണൻ ഇങ്ങനെ നടന്നു വാ. രംഗണ്ണൻ ഭയങ്കര കളറൊന്നുമില്ല. നമ്മളൊക്കെ കളിയാക്കി പറയൂലേ കല്യാണത്തിന് ഈ ഉസ്മാൻ വച്ചിട്ടോന്ന്. അതന്നെ. അല്ല, നമ്മളിങ്ങനെ കളിയാക്കി പറയില്ലേ, കല്യാണത്തിന് ഈ ഉസ്മാൻ വച്ചിട്ടോന്ന്, അതുപോലെ ഉണ്ട് രംഗണ്ണൻ. അപ്പൊ എന്തായാലും അടിപൊളി ആയിക്കണേ. അപ്പം ഇപ്പൊ സമയം എന്തായി? 7:35. ഒരു 10 മണിയാകുമ്പത്തിനും കോഴിക്കോട് എത്തണം എന്നുള്ള രീതിയിലാണ് പോണേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. ചായ കുടിക്കണം. എങ്ങനെ? ഓക്കെ, എവിടുന്ന് വേണേ കുടിക്കാം. പോവാ. നമ്മൾ പുരേന്ന് ഇറങ്ങിയിരിക്കുന്നതാണ്. അളിയൻ വണ്ടി ഓടിക്കുന്നു. എന്നെ മണ്ടാന്ന് വിളിച്ചോ നടുവിലിരിക്കുന്നുണ്ട്. ലൂയും ഭാവിയും മുന്നില്, രംഗന്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഉമ്മ ഇവിടെ, അക്കു ഇവിടെ, ഉപ്പച്ചി ഇവിടെ. ഇത്ര പേരാണ് പോണത് കേട്ടോ. അപ്പം പോവുക, ഡ്രസ്സ് എടുക്കുക, തിരിച്ചു വരിക. വലിയ വണ്ടി വേണമെന്ന് പറഞ്ഞ ഇതിനാണ്. വലിയ വണ്ടി എന്നല്ല, 9 സീറ്റർ 8 സീറ്റർ വേണമെന്ന് പറഞ്ഞല്ലേ. ഓക്കെ. അപ്പം അടിവാരെത്തി ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തിയിരിക്കുകയാണ്. നല്ല പൊറോട്ടയും കടലക്കറിയും ഉണ്ട്. എല്ലാവരും ഓരോന്ന് എന്തൊക്കെയൊക്കെ കഴിക്കും. ഉപ്പച്ചക്കൊന്നും പിന്നെ ഫുഡ് വന്ന നോ മൈൻഡ്. നമ്മളങ്ങനെ കോഴിക്കോട് എത്തി. കറക്റ്റ് 10 മണിയായപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. കൃത്യം. എന്താ കൃത്യം? കണ്ണിങ് ആണ് അളിയൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറുന്നത് ശോഭികയാണ്. ആദ്യം തന്നെ ഇവിടെ തന്നെ എല്ലാം കിട്ടിയാൽ മതിയേനു. കിട്ടുമോ ഭാവി? ഓ, അങ്ങനല്ല, ഇങ്ങളെ സ്വഭാവല്ലേ. ഇല്ല, വേഗം സെലക്ട് ചെയ്യും. സമാധാനം. അപ്പോൾ അതാ ശോഭികയിലെത്തി. നമുക്ക് കയറാം. ബാക്കിയുള്ളത് കേറിയിട്ട് കാണിച്ചു തരാം. വിവാഹ സ്വപ്നം പോലെ. ആയിക്കോട്ടെ, എന്നാ സ്വപ്നം പോലെ ആവട്ടെ. അന്ന് നല്ല ടൈം എടുത്തില്ലേ? ഡ്രസ്സ് എടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഞങ്ങളൊക്കെ പോസ്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണ്, തെണ്ടി തിരിഞ്ഞെടുക്കണേ. ഇതാ ഓരെങ്ങനെ എടുക്കുന്നുണ്ട്. രംഗണ്ടനാണ് മെയിൻ കേട്ടോ. പച്ചക്കുള്ള ഡ്രസ്സ് എടുത്തോണ്ട് എടുക്കരുത്. ഗൈസ്, അടുത്ത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നു ഓരോ തുണികൾ. ഭയങ്കര ഡ്രസ്സ് എടുക്കലാണ്. ഇപ്പം തുണികൾ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഉമ്മാൻക്ക് സാരി എടുക്കാൻ വേണ്ടി വന്നാണ്. ഇത് ഈ ചേച്ചി ഒന്ന് ചിരിക്കോ? ചേച്ചി നമ്മളെല്ലാ വീഡിയോ ആണോ? ചേച്ചി എന്നെ സാരി ഒട്ടിക്കും. ചേച്ചി നിങ്ങളെവിടെയാണെന്നൊക്കെ ചോദിച്ചു. ചേച്ചിക്ക് ഒരു മടി എന്നോട് ചോദിക്കാം. അടി ഉണ്ടാക്കുന്നതല്ലേ കാണില്ലേ? ഇത് കണ്ടിട്ട് ഞാൻ നെട്ടി ഗൈസ്. 5000 റുപ്യ. എന്നാ ഇടുക്കി. ഇത് ഉമ്മാക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫോട്ടോയില് ഇതൊരു വേറെ മഞ്ഞ കേട്ടോ, വീഡിയോയില്
ഇത് എന്നിട്ടാനാ റിസപ്ഷനോ അപ്പൊ നിക്കാഹിനോ നോക്കട്ടെ. പട്ടിന്റെ എടുക്കുമ്പോ ഒന്ന് സാരി രസം കേട്ടോ. 10 രൂപ. ആ സിനിമ സ്റ്റൈലിൽ നടക്ക്, രജനികാന്ത് നടക്കുന്ന നടക്ക്. രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇതെടുക്കല്ലേ? ഇത് സെറ്റ്. ഇനി കോട്ടോ മറ്റേതോ? ആ ഇത് റിസപ്ഷൻ ഇടാനാ. ഒരു ഷൂ കൂടി വേണം. മൊത്തത്തിൽ തിരി മുടി മേനോട്ടേക്ക്. ലോയി മോന് ജാക്കറ്റും. ഇല്ല 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 കഴിഞ്ഞു 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 കഴിഞ്ഞു. ലോയി ഇപ്പൊ സൂപ്പറാവും. ഇങ്ങോട്ട് നോക്ക് നോക്കി നോക്കി. എന്താ ഇട്ടല്ലോ ഇട്ടല്ലോ. ആ തൽക്കാലത്ത് കോട്ടിട്ടോട്. ഉച്ചയായപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാണ് ഫുഡ് കഴിക്കാൻ സാഗർ ഹോട്ടലിൽ. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി പർച്ചേസ് നടത്താൻ. ഇല്ല ലോയി നീ അതിനുള്ളിൽ കിടന്ന് കരച്ചില്ലല്ലോ. കരയോ? ഇനി കരയോ? ചോറ് നല്ല തീറ്റയാണ്. എല്ലാവരും മീനും ബിരിയാണിയും എല്ലാവരും അടിച്ച് കയറ്റട്ടെ. ആരും നോക്കണമെന്നില്ല, ഒരേ അടിയാ. കറങ്ങ്. കുഴപ്പമില്ലല്ലേ? കുറച്ച് സാധനങ്ങളുള്ളൂ. 1 2 3 4 5 ഈ മേലെ കാണുന്നതും. ബില്ല് പറയാ. ഗസ് ബില്ല് എത്രയാവും? ബ്രോസ്റ്റ് ഇട്ടു കറക്റ്റ് പറയാ. 75-നുള്ളിൽ. അത് പറ്റില്ല. അത് പറ്റില്ല. ഈ മാറ്റി പറയാം. 73. നിങ്ങളോ? 74. ആ പച്ചി പറയും. പച്ചി 69. 80. 80. അക്കോ 68. ഇനി ചേച്ചി കറക്റ്റ് പറഞ്ഞു. ഇപ്പൊ എത്രയായി? അല്ല ഇപ്പൊ എത്രയായി? 38. 1 2 3 4 5 6 പാക്കില് 38. ഇതൊക്കെ ഇനിയും കിടക്കാണ്. ഇത് ഇനിയും വരാണ്ട്. ആ ഇത് നല്ല പൈസ. 4000 റുപ്യന്റെ മുണ്ടെടുത്തിട്ട് ഇരിക്കുകയാണ്. ഡ്രസ്സൊക്കെ നമുക്ക് ഫുള്ള് പിന്നീട് കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ എത്ര ബാഗുണ്ട്? 1 2 3 4 5 6 7 8 ബാഗ് എങ്ങാനുണ്ട്. അതാ ഉമ്മതാ. ഉമ്മ ചിരിക്കുമ്മ. ഉമ്മ പൈസ പോയതിന്റെ വിഷമത്തില. വിഷമം വേണ്ടല്ലേ? ആ ബിന്ദു ചേച്ചേട്ടാ എല്ലാ കാര്യത്തിനും നിന്ന്. എടുക്ക്. ഞാനൊരു ബാഗ് വാങ്ങാം. എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരേ പോയിട്ട് കാണാം. ഇനി നാളെ ഒന്നും കൂടി തരണ്ടേ? പിന്നെ ഫുള്ള് സാധനം ഇനി കുറച്ചുകൂടി രാത്രി ആയതുകൊണ്ട് നമ്മൾ ബാക്കി നാളെ എടുക്കാൻ. ഓക്കെ എന്നാൽ കാറ് പോവാം. വണ്ടി എന്നതാ. അപ്പൊ ബൈ.
നിങ്ങൾ വെച്ചൊരു നോ പ്രോബ്ലം. ഒപ്പിയാനല്ലേ കാറിലേക്ക് പോകുന്ന എടുക്കണോ? ഇത് ഡ്രോപ്പ് ചെയ്യട്ടെ. അത് ഓഫാക്കിയിട്ട് ഫോട്ടോ എടുക്കാം. അവിടെ മൈക്ക് എടുത്തില്ല, സൗണ്ട് അറിയില്ല. വയനാടല്ലേ കൽപ്പന ടൗണിൽ ആ കല്യാണം അതുപോലെ ഒരു അക്കുനോട് ക്യാമറ പിടിക്കാൻ പറഞ്ഞ അക്കു ഓഫാക്കിയില്ല. എടുത്തോട്ടെ. ആ ഉപ്പ ശരിക്കുന്നുണ്ട്. കുറച്ച് വെക്കാം. ഇതൊന്ന് നടുവിലൊക്കെ ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി വേറെ വീഡിയോ ഒന്നും എടുത്തിയില്ല. നേരെ ഇതിപ്പം ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലാണുള്ളത്. ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ ഇന്ത്യൻ്റെ ഫൈനൽ കണ്ട് ഇന്ത്യ ജയിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് 17 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ 2020 വേൾഡ് കപ്പ് വീണ്ടും ജയിച്ച്. പല്ല് വെച്ചിട്ടില്ല, മുങ്ങി കേട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 9:30 അപ്പോൾ 10:30 വീഡിയോ ഉണ്ടെങ്കിൽ എൻഡിങ് കൂടി എടുക്കണം. അപ്പം ഇന്നലെ ബില്ല് എത്രയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 83,000 അത്രയായി ബില്ലായി. പിന്നെ കുറച്ച് തന്ന് മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഡ്രസ്സ് ഇനി കാണിക്കണമല്ലോ, അപ്പം പറഞ്ഞുതരാം. ഇന്ന് ഞായറാഴ്ച, ഇന്നും കുറച്ചുകൂടി ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സ് എടുക്കാൻ ബാക്കിയുള്ളത് ഞാൻ, അക്കു, അളിയൻ 3 പേർക്ക് ഡ്രസ്സ് എടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. അപ്പോൾ ഇന്നെടുക്കില്ല, ഞാൻ നാളെ എടുക്കുള്ളൂ. അപ്പോൾ ചെക്കന്മാർ വരണം. ചെക്കന്മാരെ കൂട്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോണത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിശദമായിട്ട് പറഞ്ഞുതരാം. എന്നാലും അടിപൊളിയായിരുന്നു ഷോപ്പിങ്ങിൽ. അവരെല്ലാ കാര്യവും നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. അപ്പം ഇനിയും നിങ്ങളൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഷോപ്പിക്കയിൽ എന്ത് ഗുണം എന്താ അറിയാം, ഷോപ്പിക്ക വെഡിങ് മാളാണ്. എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്തുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഞാൻ വിചാരിച്ചില്ല ഇന്നലെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുവിധം ഒരു 90% ഇന്നലെ കഴിഞ്ഞ് സമാധാനം. വലിയ ബോറടിച്ചില്ല. ഇല്ല നമ്മൾ ബോറടിച്ചിരിക്കണ്ടേ. അത് എന്താ ഞാൻ ബോറടിക്കാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മയും ഭാവിയും ആദ്യം പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങളെന്താക്കി ഒരു 10 മിനിറ്റ് വരെ കൂടെ നിന്ന് മനസ്സിലാവും നടക്കില്ല എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും ബാക്കിയുള്ള കുടുംബക്കാർക്ക് എടുക്കാൻ ഞാനും അളിയനും ഉപ്പച്ചും ഒപ്പം പോയി. അതുകൊണ്ട് എന്തായി, നമ്മൾ എൻഗേജ് ആയിട്ട് നിന്നുകൊണ്ട് ബോറടിച്ചില്ല. ഓരെടുക്കട്ടെ, ഓര് വന്നിട്ട് കൂടി ആണുങ്ങളുടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബോറടിച്ച് ചത്തരാം. അപ്പം അങ്ങനെ. അപ്പം ഈ അളിയൻ 10 മണിയാകുമ്പോഴത്തേനും വരും. അപ്പോഴത്തേനും കുളിച്ചൊക്കെ മാറ്റണം. എന്നിട്ട് വേണം അടുത്ത ട്രിപ്പ് തുടങ്ങാൻ. ഇന്ന് മുട്ടായിത്തെരുവിൽ പോകണം. പിന്നെ വേറെ എവിടേക്കോ ഭാവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകണം. ഓക്കെ, അപ്പം ബായ്.
അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ എല്ലാം കാറിലല്ലേ, ഇപ്പോൾ എടുത്ത് വലിച്ചു വാരി ഇടണ്ടല്ലോ. നാളെ മറ്റന്നാൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ.